കഷ്ടപ്പാട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏതാ ക്യൂട്ട് എന്താ മനസ്സിലായില്ലേ? ഇത് നമ്മൾ കാന്തം, ഇത് കേക്കാണ് സാധനം. ഇതെന്താ? ഇത് നമ്മളെ ചെറിയ സാധനങ്ങളില്ലേ, ട്രഡീഷണൽ ലെവലിൽ. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിക്കോട്ടോ. 11 ദിർഹംസ് വരുന്നുണ്ട്. അപ്പം 3 11 ദിർഹംസ് ലാഭം തന്നെയാണ്. കാരണം നല്ല സാധനങ്ങളാണ്. ഉണ്ടോ? 3 വലുപ്പമാണ്. ചെറിയ സാധനങ്ങൾ, കോഴിമുട്ട കാര്യങ്ങൾ, തക്കാളിയൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ എന്താ പറയുക, തട്ടെന്നോ അങ്ങനെന്തോന്നാ പറയാം. ബാഗുകൾ, ഹാൻഡ് മെയ്ഡ് ബാഗുകളാണ്. കീത്തപ്പല്ല അറബികളായത് എമിറാത്തികൾ യൂസ് ചെയ്യുന്ന ഷാളുകളാണ് കാണുന്നത്. എന്താ ഈ ടൈപ്പ് ഷാളുകളാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുക. ഇങ്ങനത്തെ ടൈപ്പ് എന്താ ഇങ്ങനത്തെ മുത്തുകളൊക്കെ ഉള്ള ഷാളുകൾ എന്ത് ചെയ്യും കൂടുതലായിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ എല്ലാത്തിനും മുത്തുകളൊക്കെ കൊടുത്തത്. ഡിസൈൻസാണ് കണ്ടോ, എമിറാത്തികൾ യൂസ് ചെയ്യുന്ന ഷാളുകളാണ്. എങ്ങനെ ഇടണം എന്നൊക്കെയുള്ള അവരോട് ചോദിച്ചുകൊണ്ട് കളേഴ്സ്, അങ്ങനത്തെ കളേഴ്സൊക്കെ ഭയങ്കര ലൈക്കാണ് അവർക്ക്. സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ ഞാൻ പണ്ട് കുറേ കഴിക്കുന്ന സാധനം. ഇങ്ങനത്തെ സാധനം നല്ല ടേസ്റ്റാണ്. ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നത് വെച്ചാൽ 5 ദിർഹംസ് വരുന്നുള്ളൂ. ട്രഡീഷണൽ ലെവലല്ല. ഇത് ഹാൻഡ് മെയ്ഡ് കേട്ടോ. അതിനൊക്കെ പൈസ ചിലപ്പം കൂടാൻ മതി. 9 ദിർഹംസൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഷോ ഇവിടുന്ന് എടുക്കണം കേട്ടോ. ഏത് ടൈപ്പിലുള്ള കോഫി കുടിക്കാനുള്ള കോപ്പമാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ. വെറൈറ്റി ലെവലിലുള്ള സാധനങ്ങളാണ്. ലൈനായിട്ട് കവർ ചെയ്ത് വെച്ചാണ്. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ വെക്കുകയാണെങ്കിൽ ആയിട്ടുള്ള സാധനങ്ങളല്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ 1 to 10 എന്ന് പറയും. അതായത് UAE ഇപ്പം ഒരുപാട് ഫ്രാഞ്ചൈസിയുള്ള ഒരു ഷോപ്പാണ് 1 to 10. അതായത് 1 to 20, 1 to 10, പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെന്തായിരുന്നു, പിന്നെ അങ്ങനത്തെ വേറെ പേരുണ്ടായി, എന്നോട് മറന്നുപോയി. അപ്പം അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നാട്ടിലേക്ക് ഒരുപാട് ആളുകൾ, അതായത് പ്രവാസികളൊക്കെ തന്നെ ഇങ്ങനെയുള്ള കടകളിൽ നിന്നാണ് ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് നാട്ടിലേക്ക് പോകുന്നത്. അപ്പം ആ ഒരു കടയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്ന പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ. ഈവൻ നിങ്ങളൊക്കെ അതായത് ഗൾഫിൽ നിന്ന് വരുന്ന ഏതൊരാളാണെങ്കിലും പെട്ടി കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പം പെട്ടി പൊട്ടിക്കുന്ന ആ ഒരു രംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെപ്പോഴും നമുക്കൊരു എന്താ ഒരു ക്യൂരിയോസിറ്റിയാണ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും, ഗൾഫ് ഐറ്റംസ് എന്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഒരു സ്ഥലത്തേക്കാണ്, അതായത് അങ്ങനെയുള്ള സാധനങ്ങൾ, ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആ ഷോപ്പ് എങ്ങനത്തെ ഷോപ്പാണെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. എല്ലാ സാധനങ്ങളും ഞാൻ കാണാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഓക്കെ. പേര് കിട്ടി, മിഡിൽ ഈസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് മിഡിൽ ഈസ്റ്റ് UAE തന്നെ, അതായത് അജ്മാനിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും അബുദാബിയാണെങ്കിലും അൽഖുസിലാണെങ്കിലും എവിടെ ആണെങ്കിലും തന്നെ മിഡിൽ ഈസ്റ്റ് സുലഭമായിട്ടുള്ളൊരു കടയാണ്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ അതായത് ഷോപ്പിംഗ് മാളിൻ്റെ ഒക്കെ ഒരു ഫീൽ, അതായത് ഷോപ്പിംഗ് മാൾ തന്നെ ചെറിയൊരു മിനി ഷോപ്പിംഗ് മാൾ തന്നെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സാധനമാണോ എല്ലാ സാധനങ്ങളും വളരെ ചീപ്പ് റേറ്റിന് എല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും നമ്മളിപ്പം ഓൾമോസ്റ്റ് അവിടെ എത്താനായിപ്പം നമുക്ക് ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ശരി, ഇതാ നമ്മൾ മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ പറഞ്ഞാലോ, ഇവിടെ ഇപ്പം നൈറ്റ് നല്ല കാലാവസ്ഥയാണ്. അതാണ് ഫാൽക്കൺ ടവർ കാണുന്നതാണ് ഫാൽക്കൺ ടവർ. നമ്മളിപ്പോൾ നെസ്റ്റോലൊക്കെ പോയി ഞാൻ വരികയാണ് കേട്ടോ. നെസ്റ്റോന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോകുന്നതാണ്. ഇതാക്കണം. ആ കാണുന്നതാണ് മിഡിൽ ഈസ്റ്റ്. കാണുന്നതോ അറിയില്ല. ഉണ്ടാ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. കാണുമ്പോൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ അറ്റ്ലാസ് ഇതാക്കി എത്തിയിരിക്കുകയാണ്. ഇപ്പം ഇതാണ് സ്ഥലം, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ കാണുമ്പം ഇത് ചെറിയൊരു കടയായിട്ടാണ്. അപ്പോൾ ബാക്കോട്ടൊക്കെ ഒരുപാടുണ്ട്. നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. മുന്നിൽ കയറി പോകണം. അലിയാരും ഒക്കെ മുന്നിൽ പോകുന്നുണ്ട്. മിസലും മാലിക്കൊക്കെ എല്ലാം നടന്നു പോകുന്നുണ്ട്. ഈ ഒരു കടയാണ്. അപ്പം ഈ ഒരു കടനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പം ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ആ ഒരു കട. 1 to 10 എന്ന് പറയും, മിഡിൽ ഈസ്റ്റ് എന്ന് പറയും. എന്താ കണ്ടോ, 1 to 10 ഉണ്ടോ. അപ്പം ഈ ഒരു കട നമുക്ക് UAE വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. UAE പാർക്കിംഗ് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൊരു കടയാണ്. ഒരു എന്താ പറയുക, ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെ.
ഉണ്ടോ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്, പോയി നോക്കുന്നുണ്ട് എന്നാന്നറിയില്ല. ഉള്ളോട്ട് കയറി വെക്കാം. ഇതൊക്കെ ട്രോളി കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചേക്കാം. അപ്പം ഉണ്ടോ ഓരോ ആളുകളും കെട്ടുകണക്കിന് സാധനം വാങ്ങി പോകണം. എന്താണ് വില പറഞ്ഞോ? എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ലോകം തന്നെയാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ തുടങ്ങാം. അപ്പം ഇത് ഓർണമെൻറ്റ്സ് ഐറ്റംസ് ആണ്, ഇത് ഫാൻസികളാണ്. ഇപ്പം ഇതൊക്കെ ഗേൾസിനെ സംബന്ധിച്ച് അവർക്ക് വിലപ്പെട്ട സാധനങ്ങളാണ്. കണ്ടോ ഡിസൈൻസ് ആയാലും നാട്ടിലത്തെ ചെറിയ പൈസയുള്ളൂ. 6.99 ദിർഹംസാണ് വരുന്നത് ഇതിനൊക്കെ. ഇവിടെ ഇതൊന്നും കാട്ടുന്നുണ്ട്. അതൊക്കെ ട്രൗസറുകൾ, നല്ല ബർമൂഡ ഐറ്റംസൊക്കെ ആണ് വരുന്നത് ഇവിടേക്ക്. ഉണ്ടോ ഇന്നർ ഐറ്റംസ് വരുന്നുണ്ട് ഇവിടേക്ക്. ഇതാണ് പൗഡർ കാര്യങ്ങളൊക്കെ അല്ലേ, അങ്ങനത്തെ പൗഡർ ഐറ്റംസൊക്കെ. ഷോക്സ്, ചെറിയ ബേബീസിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല ചെറിയ ആ ഒരു ഷോക്സ് ഐറ്റംസാണ് ഈ കാണുന്നതൊക്കെ. ഇതുണ്ടോ നല്ല ഡിസൈനിൽ നല്ല പോലെ ഒരു തീമിൽ കൊടുത്ത കളേഴ്സ് കാര്യങ്ങൾ. സൂപ്പർമാന്, സ്പൈഡർമാന്, കാർട്ടൂൺ താരങ്ങളൊക്കെ ഈ ഷോക്സിലുണ്ട്. ഉണ്ടല്ലേ ഷോക്സ്, എല്ലാ ഡിസൈൻസിലുള്ള ഷോക്സാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഷോക്സിൻ്റെ ഏരിയ ആണ്. കണ്ടോ ഫുള്ള് ചെറിയ കിഡ്സാണ് ഇതിൽ വരുന്നത്. ഒരു ഏരിയ മൊത്തം ഷോക്സാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കാരണം ഓരോ ഏരിയയിലും നമുക്ക് പറ്റിയ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് ഇവിടെ വരുന്നത് മൊത്തം ഐറ്റംസ്. കണ്ടോ ഇതൊക്കെ ചെറിയ പെൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളാണ് വീട്ടിനുള്ളിൽ യൂസ് ചെയ്യുന്നത്. ഉണ്ടോ ഇത് വേറെ ഒരു സെക്ഷനാണ്. ഇത് കുറച്ചുകൂടി നല്ല ഡ്രസ്സ് ഐറ്റംസ് വരുന്നത്. ഉണ്ടോ ഇത് ലേഡീസാണ്, ലേഡീസിൻ്റെ ആണ് മെയിൻ. ഒക്കെ ലേഡീസിൻ്റെ ഡ്രസ്സ് ഐറ്റംസാണ് വരുന്നത്. ഇത് ലേഡീസിൻ്റെ തന്നെ, ഇതും ലേഡീസിൻ്റെ പല ടൈപ്പിലുള്ള കളേഴ്സ് ആയിട്ട്, അതായത് ചെറിയ ബേബീസിനൊക്കെ പറ്റിയ ഐറ്റംസ്, അതായത് ഡ്രസ്സ് ഐറ്റംസ് ആണ് ഈ വരുന്നത്. ഇതൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഇതിനൊക്കെ വരുന്നത്. കണ്ടോ നല്ല ക്വാളിറ്റി. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് സാധനങ്ങളാണ് വരുന്നത്. ഫുൾ അറബികളാണ്. ഇത് കണ്ടോ ഇതൊക്കെ വീട്ടിനുള്ളിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. യെസ്, അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ലെവലിലുള്ള കോസ്റ്റ്യൂംസ് ആണ് വരുന്നത്. കണ്ടോ അത് അറബികൾ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ഡ്രസ്സ് കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ലെവലിലുള്ള കോസ്റ്റ്യൂംസ് ആട്ടോ. ഇതൊക്കെ ഈ ഒരു കാണുന്നൊക്കെ തന്നെ അറബികൾ ഉള്ളിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ്. ചെറിയ കുട്ടികളുടെ ഐറ്റംസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് നാട്ടിലേക്ക് പോകുന്നല്ലോ. ഇവിടുന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പം അവിടുത്തെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണല്ലോ. നിങ്ങൾക്ക് 10 ദിർഹംസൊക്കെ ഉള്ളു വരുന്നുള്ളൂ. ചെറിയ വിലൻ്റെ സാധനങ്ങളാണ് ഇവിടെ മൊത്തം വരുന്നത്. എന്താ ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇത് ചെറിയ ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള ബനിയന്, ഷർട്ട്, അതും തന്നെ ട്രൗസർ കാര്യങ്ങളൊക്കെയാണ്. അത് കണ്ടോ നല്ല ഡ്രസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആ ഏരിയ ഒക്കെ ഫുൾ കവർ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് മൊത്തം ഈ ഒരു കാണുന്ന ചുറ്റളവുള്ള മൊത്തം ഡ്രസ്സിൻ്റെ ഏരിയ ആണ്. ഈ അടുത്തത് വിൻ്ററൊക്കെ വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ജാക്കറ്റ്സ് ആണ്. കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അതാ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ അങ്ങനെ തന്നെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ്. കണ്ടോ ടീഷർട്ടുകൾ, വലിയവർക്കൊക്കെ പറ്റിയ ഷർട്ടുകൾ ഇവിടെ ഉണ്ട്. ബനിയൻസാണ്. നമ്മുടെ ഫുള്ള് ടീഷർട്ട് ഫുള്ളല്ല നല്ല ക്ലോത്താണ് വരുന്നത്. ഈ ഒരു ഷർട്ടൊക്കെ എനിക്ക് നല്ല ലൈക്ക് ആയിട്ടുണ്ട്. ഉണ്ടോ നല്ല ക്ലോത്തിൽ വരുന്നത്. അയ്യോ ഐ ആം ഓക്കെ, സെറ്റാണല്ലോ, സംഗതി സെറ്റാട്ടോ. പിന്നെ ഇതാക്കുന്ന ക്യാപ്പുകൾ തന്നെ. ഇതാ കണ്ടോ ക്യാപ്പുകൾ തന്നെ ഫുള്ള് ക്യാപ്പുകളാണ്. ഇതൊക്കെ ഇവിടെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ കണ്ടില്ല. ഞാൻ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ് ഗൈസ്. ഷാള്
ഗ്ലൗസുകൾ, ബനിയൻസ്, ഇന്നർ ഐറ്റംസ് കാണാം. ടീഷർട്ടുകളാണ്, നല്ല അടിപൊളി ലുക്ക് ബേസ് ഉള്ള ടീഷർട്ടുകളാണ് ഈ കാണുന്നതൊക്കെ. ഫുള്ള് അവിടെ വരെ ഉണ്ട് ഉണ്ടാ, ഫുള്ള് ടീഷർട്ടുകളാണ്. നല്ല അടിപൊളി ടീഷർട്ടിനാ ഇതൊക്കെ കണ്ടോ. ഒക്കെ നല്ല ക്ലോത്തുകളാണ് വരുന്നത്, കാണാൻ തന്നെ നല്ല പ്രത്യേക ഒരു ഭംഗിയാണ് ഇല്ല. പിന്നെ ചെറിയ കുട്ടിക്ക് വെച്ച ടീഷർട്ട് ഷർട്ടുകൾ ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഫുൾ അങ്ങോട്ട് ചെറിയ കുട്ടിക്ക്, അതായത് മിഡിൽ, ഇത് ചെറിയ ഒരു കിഡ്സ് ലെവലിലേക്കുള്ള സെക്ഷനാണ് ഇവിടേക്ക് മൊത്തം വരുന്നത്. അവർക്ക് പറ്റിയ പാൻറ്റുകൾ ഉണ്ടല്ലോ. ഈ അടുത്ത ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഇതുണ്ടോ ഫാൻസി, ഇത് ബ്രൈഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഐറ്റംസാണ് കാണുന്നത് ഫുള്ള്. ഇതൊക്കെ ഇവിടെയുള്ള പരിപാടിക്ക് യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സാണ്. ഫുള്ള് ഫാൻസി ഐറ്റംസാണ് ഇങ്ങോട്ടൊക്കെ ഫുള്ള് ഉണ്ടോ. ഇപ്പോൾ എന്താ സാധനം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതുണ്ടോ, ഇതിവിടെയുള്ള ഒരുവിധം ഗേൾസൊക്കെ യൂസ് ചെയ്യുന്നൊരു മുടിയാണ്. വെപ്പ് മുടി അറിയോ, അതൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫിറ്റ് ചെയ്യില്ല എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വലിയ പിടുത്തല്ല. തലയിൽ കൂടി ഇട്ടാൽ നല്ല മുടിയാന്ന് വിചാരിക്കണ്ടോ. സാധനം കണ്ടോ തെളിഞ്ഞല്ലേ, കണ്ടോ ഒക്കെ നല്ല സെറ്റാക്കി വെച്ച മുടികളുണ്ടോ. എങ്ങനെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഫുള്ള് അങ്ങനെയുള്ള ഫാൻസി ഐറ്റംസാണ് ഉണ്ടല്ലേ. ഇതൊക്കെ നോക്കിയാൽ ഫുള്ള് ഫാൻസി. ഹെയർ ബാൻഡാണ് ഈ കാണുന്ന മൊത്തം. ഇത് നോക്കുന്നുണ്ട്, എന്തോ എടുക്കാനുള്ള പ്ലാനാണ് എന്തോന്ന്. ഏതായാലും ഇതാ ഇവിടെ നിന്നുള്ള ജ്വല്ലറി ഐറ്റംസ്, ഇത് ഒരുവിധം ഫാൻസി ഐറ്റംസ് മൊത്തം ഇവിടെ ഉണ്ട് കണ്ടോ. എന്ത് ഭംഗിയുള്ള. ഇപ്പം നാട്ടിലൊക്കെ പോകുന്നവരും ചെയ്യും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കും. ഇതൊക്കെ കുറവാണ്, നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ കിട്ടാണ്ടല്ലോ. ചില ഫാൻസി ഐറ്റംസൊക്കെ ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. എന്നാലും ഇത് ഈ ഒരു പിന്നുകുട്ടി, ഈ ഒരു സാധനം പണ്ട് ഉമ്മ യൂസ് ചെയ്യുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതൊക്കെ പണ്ട് നല്ല മൂവിങ്ങുള്ള സാധനമായി ഉണ്ടോ. പിന്നാണ് ഐറ്റംസാണ് മൊത്തം. ഷാളിനൊക്കെ കിട്ടുന്ന പിൻ ഐറ്റംസാണ് കാണുന്നത്. പിന്നെ ഇതാ മുടുക്കുടിക്ക് ഐറ്റംസാണ് ഈ കാണുന്നത് മൊത്തം. എന്തല്ല ഇതാ ബോട്ടിലാക്കി ഇങ്ങനെ വെച്ച മുടുക്കുടിക്ക്. ഇത് മറ്റേ എന്താ സാധനം, ഇതും അതേ സാധനം തന്നെ മുടുക്കുടിക്ക്. ഇത് ഇഷ്ടംപോലെ ഇങ്ങനെ കാണാം. ഗൾഫ് ഏരിയയിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ കൊണ്ടുവരും. എല്ലാം ഉള്ള സെറ്റ് ഉണ്ട്, പല രീതിയിലുള്ള ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള. ഓരോന്ന് കാണാൻ തന്നെ പ്രത്യേക ലൈക്ക് കേട്ടോ. പിന്നെ അതാ പേസ്റ്റ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടുന്ന് ഓഫറാണ്. എല്ലാം സ്പെഷ്യൽ ഓഫർ റേറ്റിനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതൊക്കെ എന്താ സാധനം എന്നുള്ള എനിക്ക് വലിയ പിടുത്തല്ല. എല്ലാം പഞ്ഞിയാണ്, എന്തോ സ്പോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാണ്. അല്ലല്ലോ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കണ്ടോ. ഒരു റേക്ക് മൊത്തം സ്പോഞ്ചാണ്, എന്ത് ടൈപ്പാണെന്ന് അറിയില്ല. കുട്ടികൾ ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ചെടുക്കുന്നത് കണ്ടോ. എനിക്ക് തോന്നുന്നു ഏതോ മാലയൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് തോന്നുന്നത്. അങ്ങനത്തെ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുക, മാല കാര്യങ്ങളൊക്കെ ഫുൾ അങ്ങനത്തെ സെറ്റ് സാധനങ്ങളാണ് വരുന്നത്. യെസ്, ഇനി അടുത്ത സെക്ഷനിലേക്ക്. അതായത് വീട്ടിലേക്കൊക്കെ കത്തിയൊക്കെ വാങ്ങാൻ ഏൽപ്പിക്കുമല്ലോ. അപ്പം കത്തികൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നല്ല സാധനമാകുമല്ലോ. അങ്ങനത്തെ സാധനങ്ങൾ ഹെയറിന് വെട്ടുന്ന സാധനങ്ങളൊക്കെയാണ്. അല്ലാത്ത നമ്മൾ യൂസ് ചെയ്യുന്ന കത്തിക ഐറ്റംസാണ്. പിന്നെ ഇതാക്കുന്ന മെയിൻ സാധനം ബെഡ്സ്. ഇത് കൊണ്ടുപോകാത്തൊരു മലയാളിയും കൂടി ഉണ്ടാവില്ല. അതാക്കുന്ന ഓരോ സാധനങ്ങൾ. ഇതാ എൻ്റെ വീട്ടിലുണ്ടായ ബെഡ്സ്. എല്ലാ ടൈപ്പ് ബെഡ്സിൻ്റെ തന്നെ ആയിട്ട് ഒരു ഏരിയ ഉണ്ടാവും. ഫുള്ള് ഇതാക്കി മൊത്തം ബെഡ്സുകളാണ്. ഏത് വേണമെന്നുള്ളൂ. ഇത് പല്ല് കുത്തുന്ന കേട്ടോ ബെഡ്സെല്ലാം. മുകളിലൊക്കെ ഫുള്ള് റാക്ക് മൊത്തം ബെഡ്സാണ്. അതാ ഇത് കട്ടർ. യെസ്, ഈ സാധനം എന്തായാലും പെട്ടിക്കുള്ളിൽ ഉണ്ടാവും, കട്ടർ. അപ്പം നെയിൽ കട്ടറാണ്, നെയിൽ പോളിഷറിൻ്റെ ഒക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇതാക്കുന്ന ഒരു റാക്ക് മൊത്തം അത്. പിന്നെ അത് രണ്ടും കൂടി ആയിട്ടുള്ള കോംബോ ആണ് വരുന്നത്. പിന്നെ ഇതെന്താ മുടി കോയുന്ന ചെറുപ്പ്, ലേഡീസ് ഐറ്റംസ് ആട്ടോ. ഇതൊക്കെ നമ്മളൊരു സെക്ഷനിലെത്തിയിട്ടല്ലേ, ഇതൊന്നും അല്ല കാണാനല്ല, ഇഷ്ടംപോലെ കാണാനുണ്ട്. നമുക്ക് അതൊക്കെ ഇതാ കണ്ടോ, ചെറുപ്പുകൾ എല്ലാം ഓരോ മോഡലുകൾ. ഇത് ബെൽറ്റ് ഐറ്റംസാണ്. ഇതൊന്നും അങ്ങനെ ആരും ഇവിടുന്ന് അങ്ങനെ പോകില്ല. ഇപ്പം നാട്ടിൽ പോകുന്നവരൊക്കെ എടുത്ത് യൂസ് ചെയ്യാന്നല്ലാണ്ട്. യെസ്,
അടുത്ത സാധനം എന്താണല്ലേ, വിക്സ്. ഇത് കൊണ്ടുപോവാത്ത ഒരു ബോക്സ് ഉണ്ടാവില്ല. ഇത് ഏതൊരു ഗൾഫുകാരൻ്റെ വീട്ടിലാണ് ഉണ്ടാകുന്ന മെയിൻ സാധനമാണ് ഈ വിക്സ്. പല കളറിലുള്ള വിക്സുകൾ ഇതാക്കുന്ന വാസ്ലൈന്, സോപ്പ്, പിന്നെന്താ ഈ ഭാഗത്ത് എന്താ ഡൗ. ഈ ഒരു സാധനമൊക്കെ ലേഡീസ് യൂസ് ചെയ്യുന്ന സാധനമാണ് ഡൗ. അപ്പം ഇതൊക്കെ എന്തായാലും ഒരുവിധം ബോക്സുകളിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഹെയർ ഓയിൽ ഐറ്റംസുകൾ, പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് വിക്സ്, വാസ്ലൈൻ എവിടെയും കണ്ടില്ല. ഈ ഒരു ടൈപ്പ് വാസ്ലൈൻ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു? വിക്സ്, മോവ്, എന്തെല്ലാ സാധനങ്ങളും ഇവിടുന്ന് ആ തലക്കൽ മുതൽ ഈ തലക്കൽ വരെ ഉണ്ട്. ഉണ്ടോ ഇവിടെ എന്താ ഒലീവ്. എനിക്കറിയുന്ന സാധനങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പേരാച്ചോട്ടൊക്കെ നമ്മൾ ഇതുണ്ട്, അവിടെ ഉണ്ട് ഫുള്ള് ഇതാക്കുന്ന അങ്ങനത്തെ സാധനങ്ങൾ മൊത്തം ഒരു റേക്കും. ജെൽ ഐറ്റംസാണ്, ജെല്ലുകളാണ് ഇവിടെ അങ്ങോട്ട് വരുന്നത്. പിന്നെ ഫുൾ മേക്കപ്പ് സെറ്റുകളാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഇവിടെ അങ്ങോട്ടൊക്കെ ഫുള്ള് മേക്കപ്പ് സെറ്റുകളാണ് ഈ കണ്ണൊക്കെ. ഫുള്ള് ലിപ്സ്റ്റിക്ക് കാര്യങ്ങൾ ആണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഫുള്ള് മേക്കപ്പാണ്. ഇപ്പോൾ നമ്മൾ ആ ഏരിയ മൊത്തം കുറച്ചൊക്കെ കവർ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. അടുത്തതാണ് സ്പ്രേ. ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. ഓ സ്മെല്ലുണ്ട്. അടിക്കാത്തന്ന് ഇവിടെ എത്തിക്കുക. ഇന്നോട്ട് ഓപ്പൺ, അത് ഓപ്പൺ ആക്കി വെച്ചാൽ കുഴപ്പമില്ല, അല്ലാത്ത ടെസ്റ്റ് ചെയ്യാനുള്ള അല്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് സ്പ്രേ ഐറ്റംസ് ആണ് വരുന്നത്. ചെറിയ ചീപ്പ് റൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ റൈറ്റാണ് മെയിൻ ഇതാക്കുന്നത്. 7 ദിറംസാണ് ഇതിന് വരുന്നത്, 7 ദിറംസ്. അപ്പം വേറെ നമുക്ക് പറ്റിയ ഇതെന്താ സാധനം, മുസ്ക്. ഫുള്ള് ആ ഒരു റേക്ക് മൊത്തം ഓരോ ടൈപ്പുള്ള. പിന്നെ ബാറ്ററി ഐറ്റംസ്. ഈ ഒരു സാധനം ഇതെന്താ സാധനം എന്ന് വെച്ചാൽ എനിക്ക് അറിയാമല്ലോ, ഞാൻ പറയണമെന്നല്ലോ. ഈ ഒരു സാധനം എന്തായാലും ഇഷ്ടംപോലുള്ള ഏരിയ. റൂം സ്പ്രേ ഉണ്ടോ, നല്ല റൂം സ്പ്രേ. കിച്ചൺ ഐറ്റംസ്, കിച്ചൺ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. കിച്ചണിലേക്കുള്ള കയ്യില് പല ടൈപ്പിലുള്ള സാധനങ്ങളാണ്. ടൈപ്പിലുള്ള അടിപൊളി സാധനങ്ങളാണ്. ഇതൊക്കെ റൂം സ്പ്രേകളാണ് വരുന്നത്. പിന്നെ ബോഡി സ്പ്രേകൾ, ഇതൊക്കെ ബോഡി സ്പ്രേ ആണ്. ഉണ്ടോ, ബോഡി സ്പ്രേ ആണ് വരുന്നത്. ഉണ്ടോ, ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കത്തികളെ കിച്ചണിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല സാധനങ്ങളാണ്, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നെക്സ്റ്റ് സ്പൂണാണ്. ഇതൊക്കെ കണ്ടോ, ഈ സ്പൂണൊക്കെ വെച്ചാൽ എനിക്ക് നല്ല ലൈക്കായിട്ടുള്ള സ്പൂണാണ്. ഇതൊക്കെ വെച്ചാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സ്പൂൺ തന്നെ. ഇത് ഒന്നിന് തന്നെ 7 ദിറംസ് വരുന്നുണ്ട്. ഒന്നല്ല, 2 മൂന്നെണ്ണത്തിന് 7 ദിറംസാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല സാധനം തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ ഉള്ള ആ ലെവലിലുള്ള ക്വാളിറ്റി ഉള്ള കത്തികൾ, അതായത് നമ്മൾ ആപ്പിള്, ഓറഞ്ചൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള കത്തികൾ, സ്പൂണുകൾ. അങ്ങോട്ടൊക്കെ ഫുള്ള് സ്പൂണാണ്. എന്താ ഇതെന്താ, അത് 6 ദിറംസോ സാധനം. എന്താ എന്ത് സാധനമാണ് ഈ ജെല്ലങ്ങനെ ഉണ്ടാവും. നല്ല സ്പ്രേ ആട്ടോ, കുട്ടികൾ യൂസ് ചെയ്യുന്ന സ്പ്രേ ആണ്. പിന്നെ വീട് പണിയൊക്കെ നടക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ബാത്റൂം ഫിറ്റിങ്സ് കാര്യങ്ങൾ, എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. അതായത് നമ്മളിങ്ങനെ കൈ വെച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലാവുന്ന സാധനങ്ങളുണ്ട്, അല്ലാതെ ആവുന്ന സാധനങ്ങളും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കാണ്. കൈ ഇങ്ങനെ വെച്ചെടുത്താൽ തന്നെ ഷവറാവും. ഇതൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കാണ്. അങ്ങനെ അല്ലാത്ത സാധനങ്ങളും ഉണ്ട്. പിന്നെന്താ, നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മുറിക്കാനും ഇതാക്കാനൊക്കെ ഉണ്ടായല്ലോ, അപ്പം അതിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. വെള്ളം പമ്പ് ചെയ്യുന്ന സാധനം. എന്തെങ്കിലും ടൈപ്പ് വെൽഡിങ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളാണ് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ഇത് വെള്ളം പിടിക്കാനുള്ള ആ ഒരു പിടിയാണ്, അത് ഇവിടെ ഉള്ളവർക്ക് യൂസ്ഫുള്ളാവും. പിന്നെ അത് ആ സ്ക്രൂ ഡ്രൈവർ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. ഇത് ലോകം തന്നെയാണ്, കണ്ടില്ലേ? എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഒരുവിധം വീട്ടിലൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈവൻ അതൊക്കെ തന്നെ ഇവിടെ നിന്നാവുമ്പോൾ എന്തെങ്കിലും കുറഞ്ഞ റേറ്റിന് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനാവും. നെക്സ്റ്റ് സാധനം
ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഒരു ചിക്കൻ ചൂടണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് വാങ്ങിയാൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാധനമാണ്. ഇന്ന് ആകെ വരുന്നത് ഒരു 5 ദിറംസേ വരുന്നുള്ളൂ. ഇത് വെച്ച് ഞാൻ അടുപ്പത്ത് പകരാക്കി വെച്ചാൽ എന്ത് ചെയ്യാം, ചിക്കൻ ചുടാൻ ഒക്കെ പറ്റും. അവിടെ നിന്നൂടെയൊക്കെ ഫുള്ള് കിച്ചൺ ഐറ്റംസുകളാണ് വരുന്നത്. എന്താ കിച്ചൺ ഐറ്റംസ്, പരത്തുന്ന സാധനങ്ങൾ. ഇത് കണ്ടോ ചട്ടിയൊക്കെ നൈസ് സാധനമാണ്. ഇത് എനിക്ക് തോന്നുന്നു വെള്ളപ്പം എന്താ ഈ 10 രൂപ പറ്റാൻ വെച്ച സാധനം തോന്നുന്നു. 10 രൂപയിലൊക്കെ പോകുന്നുണ്ട്. നല്ല ഒരു എന്താ പറയുക സിമ്പിളായിട്ടുള്ള. ഇതിൻ്റെ തിക്നെസ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. ഉണ്ടോ ഓരോരോ ഐറ്റംസുകളുണ്ടോ. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണല്ലോ. ചപ്പാത്തിയൊക്കെ ഇതാക്കുന്ന സാധനം. അങ്ങനെ ഓരോ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ഐറ്റംസ് ഇതാ. ചെറിയ കിച്ചൺ യൂസ് ചെയ്യുന്ന കത്തികളാണ് കാണുന്നത്. നല്ല കളേഴ്സ് ആയിട്ടുള്ള കത്തികൾ, വെട്ട് കത്തി. ഇതൊക്കെ എന്ന് വെച്ചാൽ വേറെ മൂഡ് തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാധനമൊക്കെ നാട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് ചിക്കന് സവാള കട്ട് ചെയ്യണം. ഇതെങ്ങനെ അതിൻ്റെ കട്ടിങ്, ഡബിൾ കട്ടിങ്ങാണ്. ഇതെല്ലാം കത്തികൾ തന്നെ, ഒരു സെക്ഷൻ മൊത്തം കത്തികളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്രിക, മീനൊക്കെ വെട്ടാൻ യൂസ് ചെയ്യുന്ന കത്രിക ഉണ്ടോ. കളേഴ്സ് ആയിട്ടുള്ള കത്തി ഉണ്ടോ. ഏതാ മൂഡ്. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഉരലാണ്, കാര്യങ്ങളൊക്കെ മരത്തോണ്ടുള്ള സെറ്റപ്പാണ്. അല്ലാതെയുള്ള ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ല സാധനം കേട്ടോ. നല്ല ഭംഗിയുണ്ടാണ്. എന്ത് വാങ്ങണം എന്നൊന്ന് കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പം അങ്ങനത്തെ ലെവലിലുള്ള സാധനങ്ങൾ. എൻ്റെ ചെറിയ ഫ്രൈ പാൻ. ഇത് കാണുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. പിടിയൊക്കെ തന്നെ അത്യാവശ്യം നല്ല സാധനം. ഇത് എനിക്ക് തോന്നുന്നു ചായയൊക്കെ കാച്ചാൻ പറ്റിയ, അതായത് ട്രാവലേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ചട്ടി പാത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കയ്യിലും ഇങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ നാട്ടിലെത്തിക്കാന്ന് വെച്ചാൽ റിസ്ക്കാണ്. കാരണം ഇതൊക്കെ പൊട്ടുന്ന സാധനങ്ങളാണല്ലോ. അങ്ങനത്തെ കാണുകയാണെങ്കിൽ ഇതാ ഇവിടെയുള്ള ഒതൻറ്റിക് ലെവലിലുള്ള സാധനങ്ങളാണ്. കോഫി കുടിക്കുന്ന സാധനങ്ങൾ, ജഗ്, ഒരുപാട് ഐറ്റംസ്. ഇതൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം ലക്ഷറീസ് ലെവലിലുള്ള പ്ലേറ്റുകളാണ്. ഇതൊക്കെ പൊട്ടിങ്ങാൻ നമ്മളിവിടെ നിന്ന് എന്തായാലും പെട്ടിയിലാക്കി കൊണ്ടുപോകുമ്പോൾ എന്തായാലും പൊട്ടിപ്പോകും. ചിലവർ എങ്ങനെയെങ്കിലും കാർഗോ വഴിയൊക്കെ എത്തിക്കുന്നവരുണ്ട് കേട്ടോ. കണ്ടോ നല്ല ഡിസൈനിലുള്ള ഒരു ലക്ഷറിയസ് ലെവലിലേക്കുള്ള ഐറ്റംസാണ് ഈ വരുന്നത് മൊത്തം. കണ്ടോ ഫുള്ള് അങ്ങനത്തെ പാത്രങ്ങളാണ്. ഇത് കണ്ടോ, ഇത് ഭംഗിയാ. ഫുള്ള് അങ്ങനത്തെ, ഇതൊക്കെ അങ്ങനത്തെ. ഇതുണ്ടല്ലോ. എന്താ നിങ്ങളെ പോവാ? നിങ്ങൾ വിട്ടോളെ. ഓക്കെ എന്നാ, ബൈ. അലിയാരിനെ കാണാൻ വന്നായി. അപ്പം അലിയാരി ഓലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നിടത്ത് കാണാമെന്ന് പറഞ്ഞു. അതെല്ലാം പോയി നോക്കണം. ഇതുണ്ടോ, ഇത് വേറെ ഐറ്റംസ്. ഇതിൻ്റെ പിടി കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ്. ഫാമിലിയുള്ളവർക്കൊക്കെ പറ്റിയ സാധനങ്ങളാണ്. പിന്നെ ചവിട്ടിയാണ് മെയിനായിട്ട് എടുത്തു പറയുന്നത്. ഓരോ ഡിസൈൻസുള്ള ചവിട്ടികളുണ്ട്. ഇതുണ്ടോ, പിന്നെ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളാന്ന് തോന്നുന്നു. യെസ്, നെക്സ്റ്റ് സെക്ഷനിലേക്കാണ്. തളിക വലിയ എല്ലാവരും ഫുഡ് വിളമ്പാനൊക്കെ പറ്റിയ സാധനങ്ങളാണിത്. ഫുള്ള് അങ്ങനത്തെ. ഇത് കാട്ടുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും, ഇഷ്ടംപോലെ സാധനങ്ങൾ. സുഖല്ലേ? ഇതേ സംഭവം ഉണ്ടല്ലോ അലിക്ക, സത്യത്തിലേ ഇങ്ങനെയുള്ള സ്ഥലത്ത് നല്ല ഗൾഫിൽ നിന്നുള്ളവരൊക്കെ വാങ്ങിപ്പോലെ പെട്ടിയുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ ഷോപ്പിൽ നിന്നല്ലേ ഉണ്ടാവില്ല അല്ലേ? കുറഞ്ഞ റേറ്റേ ഉള്ളൂ കേട്ടോ. ഇതെന്താ സാധനം? എന്താ പ്രശ്നം? ഇതാണ് ഇതെന്താ സാധനം എന്നുള്ളതല്ല. ആണല്ലേ? അയ്യോ, എന്ത് രസം. മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റിയ അളക്കുകളാണ്. ഇതൊക്കെ എവിടെ വെക്കാം? അടിയിൽ എന്താ ഓട്ടുണ്ടോ? അല്ല പക്ഷെ വേറെ ഒന്നുണ്ടോ? ഇതൊക്കെ ഉണ്ടോ? എന്ത് രസമുണ്ട് കാണാന്, നല്ല ഭംഗിയുണ്ടല്ലേ ഈ സാധനം. പിടി
സാധനങ്ങളുണ്ടോ, എന്തൊക്കെ സാധനങ്ങളാണ്. ബോട്ടിൽ ഇത് നമ്മളിപ്പോൾ നല്ല വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, വെള്ളം കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഡെയിലി 1 ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞവർക്കൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. ഉണ്ടോ അല്ലേ? തന്നെ ഓ ഇതെന്താ, ആ വെള്ളം കുടിക്കുന്ന തന്നെ നമുക്ക് ഇത് നമുക്ക് മറ്റേ സാധനമല്ലേ, എന്താ ഇങ്ങനെ പറയലേ, ഇങ്ങനെന്താ പറയലേ, ഇങ്ങനെ കുടിക്കുന്നതിന് എന്താ പറയലേ, സ്ട്രോ വെച്ച് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതാക്കുന്ന ഈ സാധനം ഏത്, അതോ ഫ്രഷ് ചെയ്തിട്ട് ആ സാധനമാണ് അതല്ലേ, സ്ട്രോ വെച്ച് കുടിക്കുന്ന സാധനങ്ങളുണ്ട്. എന്താ കളർഫുൾ, മാഷാഅല്ലാ. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട്. എന്താ നല്ല അടിപൊളി പാത്രങ്ങളാണ്, സെറ്റ്. ഇതൊക്കെ ഇങ്ങനെ നമ്മളെ കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ ഷോ വേറെ തന്നെ. ഈ ഒരു സാധനങ്ങൾ, ഈ ഒരു ഐറ്റംസൊക്കെ നോക്കുകയാണെങ്കിലുണ്ടോ, ഇതൊന്നും നാട്ടിലേക്ക് എത്തിക്കാൻ പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ല. ഇപ്പോൾ പോവും 10 ദിർഹംസ്. നല്ല സാധനമല്ലേ ഇത്, നല്ല മെറ്റൽ നല്ല സാധനം കേട്ടോ, പക്ഷെ നല്ല കോട്ടിങ് ഉള്ള സെറ്റ്. വെള്ളത്തിൻ്റെ കളികള് സാധനം സെറ്റല്ലേ. പിന്നെ നെക്സ്റ്റ് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ അവിടെ എത്തിക്കോളാം. ഓ ആയിക്കോട്ടെ, ഫുഡ് കഴിക്കാൻ അവിടെ എത്തിക്കോളാം. പിന്നെ അതാ ഹാർപ്പിക്, പിന്നെ നാട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് അല്ലേ. ഈ സൈഡ് മൊത്തം ഡെറ്റോള് കാര്യങ്ങൾ അങ്ങനത്തെ വരുന്നത്. ഫ്ലാസ്കുകൾ, ഗ്ലാസ് ഐറ്റംസ് ആണ് ഇത് മൊത്തം. ഈ ട്രാക്ക് മൊത്തം ഗ്ലാസ് ഐറ്റംസ്. അത് എങ്ങനത്തെ ഗ്ലാസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. കോഫി കുടിക്കുന്നത്, ചായ കുടിക്കുന്നതിൽ ചെറിയ ചെറിയ കപ്പുകൾ, അതായത് മിനി കപ്പ് ഉണ്ടോ, ഓരോ ടൈപ്പ് ചെറിയ ചെറിയ ടൈപ്പുകളാണ് വരുന്നത്. കണ്ടോ ഇത് ഭംഗിയല്ലേ കാണാൻ, വെറൈറ്റി ലെവലിലുള്ള സാധനങ്ങളാണ്. സോപ്പും പെട്ടിയാണിത്, സോപ്പും പെട്ടികൾ. ഇത് ഭംഗിയിട്ട് കാണാം. കോപ്പുകളാണ്, ഇത് മൊത്തം കോപ്പൻ്റെ സെക്ഷനാണ്. ഇത് നമ്മളെ വാഷ് ബേസിനിലൊക്കെ യൂസ് ചെയ്യുന്ന മറ്റേ സാധനമല്ലേ, ഒരു വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ്. കോഫി കുടിക്കുന്ന സാധനങ്ങളാണ്, കോഫി ഐറ്റംസാണ് സാധനം മൊത്തം. ഇതുണ്ടോ ട്രഡീഷണൽ ലെവലുള്ള കോഫി കുടിക്കുന്ന സാധനം. ഈ സാധനമൊക്കെ ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ, പക്ഷേ ഇതൊക്കെ പൊട്ടുന്ന ഐറ്റംസാണ്, ഇതൊന്നും നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊക്കെ ഷോ ഇവിടുന്ന് എടുക്കണം. കണ്ടോ ഏത് ടൈപ്പിലുള്ള കോഫി കുടിക്കാനുള്ള കോപ്പുമാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. മൊത്തം ആളുകൾ ഇങ്ങനെ എടുക്കുന്നു. ഇതൊക്കെ ഇവിടെ ഉള്ള വെറുതെ ഇങ്ങനെ കളിക്കുമ്പോൾ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ബലൂൺ ഐറ്റംസ്, കുട്ടികൾക്കുള്ള സാധനങ്ങളാണ് വരുന്നത്. അതിൻ്റെ മുമ്പായിട്ട് തന്നെ ഇതാക്കുന്ന ട്രോഫി കാര്യങ്ങൾ, ചെറിയ ചെറിയ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസാണ് ഇത്. പിന്നെ ഇതെന്താ തൊടിക്കുന്ന തുണികൾ, ഗ്രില്ലുകൾ, ഇത് ചിക്കൻ ചൂടുന്ന ഗ്രില്ലുകൾ ഐറ്റംസാണ്. കാരണം കബാബൊക്കെ യൂസ് ചെയ്യും. കബാബൊക്കെ ഉണ്ടാക്കുന്നവർ മേക്ക് ചെയ്യുന്നവർക്കൊക്കെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണിത്. കബാബിനുള്ള ആ ഒരു ചെറിയ സ്റ്റിക്കുകളാണ്, ചെറിയ സ്റ്റിക്കുകൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ സാധനം ഇതെന്ന് വെച്ചാൽ ചിക്കൻ ചുടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചൂല് ടൈപ്പ് സാധനം, ചൂലല്ല എന്തോന്ന് പറയലുണ്ട്, ആ ഒരു സാധനമാണിത്. ഉണ്ടല്ലേ ഫുള്ളങ്ങനെ ഓരോ ഐറ്റംസ്. ഈ സ്പോഞ്ചൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ലോഡ് കണക്കിന് കൊണ്ടുപോയി നാട്ടിൽ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണല്ലോ. മെയിൻ സാധനം മഞ്ഞ കളറുള്ള സാധനമൊക്കെ. അപ്പം പിന്നുള്ള ഈ സാധനം പാത്രം കേൾക്കുന്ന നെക്സ്റ്റ് സാധനം ഇപ്പം നാട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് കുട. മഴക്കാലമാണല്ലോ, അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ കുടയൊക്കെ വാങ്ങി പോകുന്നുണ്ട്. നല്ല അടിപൊളി പിടിയുള്ള കുടകൾ ഇവിടെ ഉണ്ട്. ഏത് ടൈപ്പ് വേണമെന്നുള്ളത് നോക്കിയെടുക്കാം. പിന്നെന്താ സ്വിമ്മിങ്ങിന് പറ്റിയ സ്വിമ്മിങ് പൂള് യൂസ് ചെയ്യുന്ന ഐറ്റംസുകൾ, റെയിൻ കോട്ടുകൾ, ഈ ഐറ്റംസൊക്കെ ഷോക്കേസിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഷോ ആയിക്കോണ്ടോ. കുട്ടിക്ക് സ്വിമ്മിങ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഇതിനൊക്കെ 7 ദിർഹംസ് വരുന്നുള്ളൂ. നെക്സ്റ്റ് സെക്ഷനിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ സാധനം എന്താ അറിയാം, ഇത് നമ്മളെ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ സ്മെല്ലിന് ഇത് യൂസ് ചെയ്യും. സ്മെല്ലിന് അതുകൊണ്ട് തന്നെ ഭംഗിയൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. കണ്ടോ, ഇതൊരു
ചെറിയൊരു ബൗളിലാക്കിയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും. ഫ്ലവേഴ്സ് ഇതൊക്കെ നാട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ സെറ്റ് ആയിക്കോണ്ടോ. ഫ്ലവേഴ്സ് തന്നെ ഫുള്ള് ഏരിയ നിറച്ചും ഫ്ലവേഴ്സ്. ഇവിടെ അങ്ങോട്ടൊക്കെ ഫുള്ള് ഒരു ഏരിയ ഞാൻ പറഞ്ഞില്ലേ അതിനായിട്ട് കവർ ചെയ്ത് വെച്ചാണ്. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളെ ചുമരിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഷോളാണ്. അപ്പം നമുക്ക് വിചാരിക്കും ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ പെട്ടെന്ന് പോയി ഒന്നും ആവില്ല. ഇപ്പോൾ വാറൻറ്റി കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളാണ്, നല്ല മെറ്റീരിയലാണ്. ഇതുണ്ടോ മുളക്, ഉണക്ക മുളകുകൾ, പച്ചമുളകുകൾ നല്ല ഭംഗിയുണ്ടോ കാണാൻ തന്നെ. ഉണ്ടോ നല്ല രസമുള്ള ഐറ്റംസുകളാണ്. പിന്നെ ഇതാക്കുന്ന ചുമരിലൊക്കെ വാളിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ സാധനം ഇതുണ്ടോ. നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചാൽ തന്നെ നല്ല രസമുണ്ടോ. ഇതിങ്ങനെ മടക്കി വെക്കാം. ഇത് ഫിറ്റിങ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുണ്ടോ. ഇത് പുല്ലുണ്ടാവണം അങ്ങനെ തോന്നുക. ചെടികൾ വെള്ളം നനയ്ക്കേണ്ട ഒരു കുഴപ്പമില്ല. ഇത് എന്താ പറയുക, റൂമിൽ സ്മെല്ലിന് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് മെഴുകുതിരി ടൈപ്പ് സാധനമാണെങ്കിൽ ഇവിടെ അങ്ങോട്ട് ഫുള്ള് പുല്ല് ഐറ്റംസാണ് വരുന്നത് കേട്ടോ. ഫുള്ള് നിലത്ത് മൊത്തം പുല്ല് ഐറ്റംസാണ് വരുന്നത്. മെഴുകുതിരി ആണെന്നുണ്ടോ, മെഴുകുതിരി സ്മെല്ലിന് യൂസ് ചെയ്യുന്ന സാധനം. അതൊക്കെ പ്രത്യേക ഒരു ടൈപ്പ് സ്മെല്ല് അതിന് വരിക. കത്തിക്കുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഉപയോഗിക്കാം. നെക്സ്റ്റ് ബാഗ് ഐറ്റംസ് ആണ് ഈ കാണുന്നത്. മൊത്തം ഈ ഒരു ഏരിയയിൽ മൊത്തം ബാഗ്, ചെറിയ ബാഗ്, മിനി ബാഗുകൾ, ഗേൾസിന് പറ്റിയ എല്ലാ ടൈപ്പും ബാഗ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ചെറിയ ചെറിയ ടൈപ്പുകൾ, ട്രഡീഷണൽ ലെവലിലുള്ള ബാഗുകൾ, ചെറിയ കിഡ്സിനൊക്കെ പറ്റിയ ചെറിയ ബാഗുകൾ, സൈഡ് ബാഗുകൾ, ലേഡീസ് ബാഗുകളാണ് ഈ കാണുന്നത്. ട്രഡീഷണൽ ലെവലുള്ള ഹാൻഡ് മെയ്ഡ് കേട്ടോ. അതിനൊക്കെ പൈസ ചിലപ്പം കൂടാൻ മതി. 9 ദിറംസൊക്കെ ഉണ്ട്. അത് നല്ല ഭംഗിയുള്ളതാണ്, പൈസക്കുള്ള സാധനം. ഉണ്ടോ ഇതെന്താ സാധനം? ഓ കേക്ക്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ കാന്തം, ഇത് കേക്കാണ് സാധനം. ബർത്ത്ഡേ കേക്കൊക്കെ അല്ലേ? എന്താ കേക്ക്? അതോ ഗുണയോ? ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള കേക്കാണിത്. നമ്മളിങ്ങനെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ബേക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഡോർമലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ സാധനം. പിന്നെ അതാ പുതിയ വീടുണ്ടാക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി വാളിനൊക്കെ പറ്റിയ സാധനങ്ങൾ ഉണ്ടോ. ഇതൊക്കെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ തൂക്കിയിടാൻ പറ്റിയ സാധനങ്ങളായില്ലേ. എന്തെങ്കിലുമൊക്കെ വെച്ചാൽ, ലൈറ്റൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവണം. ഉണ്ടോ ഫ്രെയിമുകൾ, നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഫ്രെയിം ഐറ്റംസാണ്. നമ്മളിതൊന്നുമല്ല, ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിങ്ങനെ കവർ ചെയ്തിങ്ങനെ കഴിഞ്ഞില്ല, ഓരോ സെക്ഷനിലേക്ക് കഴിഞ്ഞില്ല. ഇവിടുന്ന് മൊത്തം റൂമിലൊക്കെ തൂക്കിയിടുന്ന സാധനങ്ങൾ, ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ഡെക്കറേഷൻസാണ്. ഇത് മൊത്തം ഡെക്കറേഷൻസാണ്. ഉണ്ടോ ഇതൊക്കെ എന്ന് വെച്ചാൽ പുല്ലാണ്, പുല്ല് ടൈപ്പ് ആയിട്ടുള്ള ഡെക്കറേഷൻസാണ്. ഉണ്ടോ ഇത് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യും, നമ്മളിങ്ങനെ ഇതിൽ ഫിറ്റ് ചെയ്യും. ഇതാ സാധനത്തിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അവിടെ അങ്ങോട്ടൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ ഡോളാണ്, ഡോൾ ഐറ്റംസാണ്. ഇത് നിങ്ങളെ റൂം അലങ്കരിക്കണമെങ്കിലൊക്കെ പറ്റിയ സാധനങ്ങളാണ്. ഇത് ഈ സാധനം ഓണാക്കി കഴിഞ്ഞാൽ മൊത്തം കളേഴ്സ് വരും. പിന്നെ അതുപോലെ തന്നെ ഇതാക്കണം മിന്നുന്ന ലൈറ്റുകൾ ഉണ്ടാവും. ഫുള്ള് റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റും. പിന്നെ സ്വിച്ചുകൾ, ഇത് പിന്നെ ആരും യൂസ് ചെയ്യില്ല, നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ സുലഭമായിട്ട് കിട്ടും. പിന്നെ ബാറ്ററി ഐറ്റംസ്, പിന്നെന്താ ടോർച്ച്, ഇതൊക്കെ പണ്ടായും. ഇപ്പം ഒന്നും അങ്ങനെ ആരും ടോർച്ച് എമർജൻസിന്ന് കൊണ്ടുപോകല്ല നാട്ടിൽ. ടിഷ്യൂൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ് ഈ കാണുന്നത്, മൊത്തം ടിഷ്യൂസാണ്. യെസ്. പിന്നെ അതങ്ങനെ ഈ ഒരു സാധനം പ്ലഗ്, എത്ര കൊണ്ടുവന്നാലും തെയ്യാത്തൊരു സാധനമാണ് നാട്ടിൽ. പ്ലഗ് ഐറ്റംസ്. പാമ്പ് തകണം, പെരുമ്പാമ്പ് മൊത്തം തൂങ്ങി കിടക്കുന്ന മൊത്തം പെരുമ്പാമ്പാ. മുതല, പാമ്പ് തകണം. പാമ്പിൻ്റെ തല ഉണ്ടോ? തല കാണാൻ രസം. പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. മൊത്തം ടോയ്സുകളാണ്, ചെറിയ ചെറിയ പ്ലെയിനുകളുണ്ടോ. ഇതിലൊക്കെ ചെറുപ്പത്ത് കിട്ടിയില്ലെങ്കിൽ പാട്ടൊക്കെ പാടുണ്ടല്ലോ. ഷട്ടിൽ കോക്ക്, കളിക്കുന്നവർക്കാണ് യൂസ്ഫുൾ ആയിട്ടുള്ള. ഇത് കുട്ടികളുടെ ഏരിയയാണ്, കിഡ്സിൻ്റെ ടോയ്സ് ഐറ്റംസ് ആണ് ഇത് മൊത്തം വരുന്നുണ്ടോ. ഓരോ ടൈപ്പ്. എന്താ വെറൈറ്റി ആണല്ലോ. ഉണ്ടോ ചെറിയ ചെറിയ ടോയ്സുകൾ.
ഇതൊക്കെ കിഡ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കഥ. ഏതൊക്കെ ആ പെറുക്കി കൊണ്ടുപോകുന്നുള്ള പഠിച്ചെന്നറിയാം. ഇതൊക്കെ നാട്ടിലേക്ക് കുറേ കൊണ്ടുപോകലുണ്ട് കേട്ടോ. കട്ടകൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വെച്ച സാധനങ്ങളാണ്. പാമ്പ്, ചെറിയ പാമ്പ് കുട്ടിയുണ്ടോ. ഇതാണ് യോയോ. ഞാനൊക്കെ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന സാധനമാണ് യോയോ. ഇത് നല്ല അടിപൊളി സെറ്റപ്പാണ്. കളിക്കാൻ അറിയണം. ഇതിങ്ങനെ അങ്ങോട്ട് ഇട്ടാൽ അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വരും. എന്ത് സാധനമാണ്. പിന്നെ അതൊക്കെ ഫുള്ള് ടോയ്സുകളാണ്. മണലൊക്കെ കളിക്കുന്ന ടോയ്സുകൾ, കാറുകൾ. യെസ്, നെക്സ്റ്റ് ആണിത് ഡ്രൈ ഫ്രൂട്ട്സ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ ഞാൻ പണ്ട് കുറേ കഴിക്കുന്ന സാധനമായി. ഇങ്ങനത്തെ സാധനം നല്ല ടേസ്റ്റാണ്. ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നത് വെച്ചാൽ 5 ദിർഹംസേ വരുന്നുള്ളൂ. 5 ദിർഹംസേ വരുന്നുള്ളൂ. നല്ല സാധനങ്ങളാണ്, ക്വാളിറ്റികളാണ്. ചെറിയ പൈസക്ക് നല്ല സാധനങ്ങളാണ്. 2 ദിർഹംസാണ്. നല്ല സാധനങ്ങളാണ് ഉണ്ടോ. ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ല സീഡ്സുകളാണ്. ഫുള്ള് ഇവിടുന്ന് വാങ്ങുമ്പോൾ നല്ല ലാഭത്തിന് നമുക്ക് കൊണ്ടുപോകാം. ഉണ്ടോ, എല്ലാ ടൈപ്പ് ജെല്ല് മിഠായികളാണ്. ഇതൊക്കെ പണ്ടുണ്ടായിട്ടോ. പണ്ട് ഇങ്ങനത്തെ മിഠായികൾ ഉണ്ടായി. അങ്ങനെ ആരും കൊണ്ടുപോയില്ല. ഫുള്ള് കണ്ണുമിഠായി. പിന്നെ പറയുന്ന പെപ്സി ഐറ്റംസ്, ചിപ്സുകൾ എന്താ സോസ് ഐറ്റംസാണ്. ഇതൊക്കെ ബ്രെഡിലൊക്കെ ആക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. റൈസ്, ചിപ്സുകളാണ് മൊത്തം ചിപ്സുകളാണ്. ഇതുണ്ടോ, ഉപ്പിലിട്ട ഐറ്റംസുകളാണ്. ഫുൾ ഉപ്പിലിട്ട ഓരോരോ ഐറ്റംസുകൾ. പുളി, എന്താ കോവക്കെ, മുളക്, വില ലെവലിൽ ഉപ്പിലിട്ട. നമ്മളെ മതിയല്ല. ഒലീവ് ഉണ്ടോ. ഇതൊന്നും അങ്ങനെ അത് നാട്ടിൽ കൊണ്ടുപോകും. ചിപ്സുകൾ, ഇത് പാക്ക് ചിപ്സിനൊക്കെ 50 ദിർഹംസേ ഉള്ളൂ. ഇത് പാക്കും കൂടെ എടുത്തത്. ലേസുകൾ 7 ദിർഹംസിൻ്റെ ലേസ് ആണെങ്കിൽ നല്ല അടിപൊളി സാധനമാണ്. ചോക്കി നല്ല സാധനം കേട്ടോ. എന്താ റേറ്റ് വരുന്നത്? 10 ദിർഹംസ്. അപ്പം അതിനുള്ള സാധനം ഉണ്ടാവും. ചോക്കി അല്ലേ, 10 റുപ്യക്കുള്ള സാധനം ഉണ്ട് എന്തായാലും. നേരത്തെ കാണിച്ച കേക്കാണ്. ചോക്കി ബിസ്ക്കറ്റുകൾ, മക്രോണി, കോപ്പിക്കോ ഇതാക്കണം. സിപ്പപ്പ് നല്ല ടേസ്റ്റ് കേട്ടോ. കാണുമ്പോൾ നല്ല. എന്താ ഡ്രൈ ഫ്രൂട്ട്സോ, എന്താ സാധനം അത്? ആപ്പിളും മുന്തിരി, എല്ലാ സാധനങ്ങളും ഉണങ്ങിയ ചുക്കായ സാധനം. ഓറഞ്ചൊക്കെ ഉണ്ടോ. എന്തിനാന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഒരു സെക്ഷനിലേക്ക് നമ്മളെത്തില്ല. കാരണം അങ്ങോട്ടൊക്കെ ഫുള്ള് സെക്ഷനാണ്. ഓരോ ടൈപ്പ് മുട്ടായികളുണ്ടോ. ഇത് പെട്ടിലാക്കി 3 ദിർഹംസിൻ്റെ മുട്ടായിയാണ് കാണുന്നത്. രസമല്ലേ. പണപ്പെട്ടിയാണിത്. ഇതിപ്പോൾ ചോക്ലേറ്റ് ആട്ടോ. വെള്ളം പറ്റിക്കുന്ന സാധനങ്ങൾ. 10 ദിർഹംസ്. കോയിൻ ഐറ്റംസുകൾ. നെക്സ്റ്റ് സെക്ഷൻ. ഇത് ഇല്ലാത്തൊരു ബോക്സ് ഉണ്ടാവില്ല. ഇത് ഏതൊരു ഗൾഫാറിൻ്റെ പെട്ടിയിലും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും. ബബിൾക്കം. എല്ലാ ടൈപ്പ് ബബിൾക്കം ഐറ്റംസാണ് ഈ കാണുന്നത്. അതൊക്കെ മൊത്തം ബബിൾക്കം. പിന്നെന്താ അങ്ങോട്ടൊക്കെ കാണിച്ചു തന്നെ. അങ്ങോട്ടൊക്കെ ഇത് വേറെ ഓരോ ടൈപ്പ് കിച്ചണിലേക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ബാത്റൂമൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും. ഇതൊക്കെ പ്രവാസികൾ കണ്ടു കഴിഞ്ഞാൽ ഓൾക്ക് ഏതാ വാങ്ങണം എന്നുള്ള പിടുത്തുണ്ടാവില്ല. ആകെ 10-30 കിലോ കൊണ്ടുപോകാനാവും. മാക്സിമം ഓൾ എന്ത് ചെയ്യും, ഓരോ കിലോക്ക് കണക്കാക്കിയുള്ള സാധനങ്ങൾ മൊത്തം ഇവിടുന്ന് പർച്ചേസ് ചെയ്യും. ചെപ്പൽ ഐറ്റംസ് ഇതൊക്കെ ഇത് നല്ല സാധനം കേട്ടോ. ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ജോഗിങ്ങിനൊക്കെ പോകുമ്പം യൂസ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങൾ. ഷൂകൾ, ചെരുപ്പുകൾ, ഫ്രെയിമുകൾ, ബെഡ്ഷീറ്റ്, കണ്ണാടികളൊക്കെയാണ്. അങ്ങോട്ടൊക്കെ ഫുൾ അങ്ങനത്തെ ടൈപ്പാണ്. നമ്മൾ അങ്ങോട്ട് ഉപയോഗിക്കാം. ഗൈസ്, ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്. ഷൂവിൻ്റെ ലേസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ചെരുപ്പ് ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത്. ഷൂ പോളിഷ് ചെയ്യുന്ന സാധനങ്ങൾ. ഇതൊക്കെ പിന്നെ നാട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ വിൻ്ററിലെ സമയത്ത് ഇവിടെ തന്നെ യൂസ് ചെയ്യുന്ന പോലെയാണ്. എന്നാലും ഒരു ലുക്ക് വൈസ് നോക്കുമ്പോൾ നാട്ടിലൊക്കെ കൊണ്ടുപോകലുണ്ട് കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ചെരുപ്പുകൾ, കുട്ടികളുടെ ചെരുപ്പൊക്കെ വാങ്ങുന്നവരൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പർച്ചേസ് ചെയ്യും, എന്നിട്ട് കൊണ്ടുപോകും. ഉണ്ടോ, ഫുള്ള് കുട്ടികളുടെ ചെരുപ്പുകളാണ്. ഫുള്ള് ഉണ്ടോ, കണ്ടോ, ഏതാ ഭംഗി. രസമല്ലേ. വയസ്സാലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത്തിരി വടിയല്ല.
പിടിച്ചെടുക്കാനേ. ഇത് നമ്മളെ ടേബിൾ മേലൊക്കെ ഇരിക്കുന്ന പിരിയാണ്. ഫുള്ള് പല ടൈപ്പിലുള്ള സാധനങ്ങൾ. സുബ്രാന്നറിയാം, ടൈപ്പ് സാധനങ്ങളുണ്ട്, പല മെറ്റീരിയലുണ്ട്. ഇട്ട് തംസ് മീറ്ററിന് നല്ല സാധനങ്ങളാണ്. അതൊക്കെ ക്വാളിറ്റി സാധനങ്ങളാണ്. അങ്ങോട്ടൊക്കെ ഫുള്ള് സാധനങ്ങൾ പാകിസ്ഥാനിലൊക്കെ പിന്നെ കണ്ടമാനങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. സൂപ്പർ ഐറ്റംസ്. അങ്ങോട്ടൊക്കെ പ്ലേറ്റ് കാര്യങ്ങൾ. ഇത് സെക്ഷന് കഴിയൂല, ഇത് എത്ര കഴിഞ്ഞാലും. ഇതുകൊണ്ട് വലിയ തളിക ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് മൊത്തം. യെസ്, നെക്സ്റ്റ് സാധനമാണ് ഇത്. നമ്മൾ എന്താ പറയുക, നമ്മൾ ഹെയറിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഫുള്ള് മേക്കപ്പ് സെറ്റുകളാണ് കേട്ടോ. ഈ ഏരിയ മൊത്തം ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് പോകും. ഇഷ്ടംപോലെ മേക്കപ്പുകളാണ്. സോപ്പ് ഐറ്റംസ്. ഏത് റംസ് ആയിരുന്നില്ല 6 സോപ്പിന് നമുക്കറിയാമെന്നില്ല. ബ്രാൻഡൊന്നും നമുക്ക് വലിയ പിടുത്തല്ല. മഫ്തകൾ, അതുകൊണ്ട് തന്നെ കയ്യറുകൾ, ഈ ടൈപ്പാണ് ഈ ഒരു സെക്ഷനിൽ. ഷാളൊക്കെ ഉണ്ടോ? എന്ത് ഭംഗിയുള്ള ഷാളുകളാണ്. നല്ല രസമുള്ള ട്രഡീഷണൽ ലെവൽ. അതായത് ഇവിടെയുള്ള അറബികളായാലും എമിറാത്തികൾ യൂസ് ചെയ്യുന്ന ഷാളുകളാണ് കാണുന്നത്. എന്താ ഈ ടൈപ്പ് ഷാളുകളാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുക. ഇങ്ങനത്തെ ടൈപ്പ് എന്താ ഇങ്ങനത്തെ മുത്തുകളൊക്കെ ഉള്ള ഷാളുകൾ എന്ത് ചെയ്യും കൂടുതലായിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ എല്ലാത്തിനും മുത്തുകളൊക്കെ കൊടുത്തത്. ഡിസൈൻസാണ് കണ്ടോ, ഇതൊക്കെ എമിറാത്തികൾ യൂസ് ചെയ്യുന്ന ഷാളുകളാണ്. എങ്ങനെ ഇടണം എന്നൊക്കെയുള്ള അവരോട് ചോദിച്ചുകൊണ്ട് കളേഴ്സ്, അങ്ങനത്തെ കളേഴ്സൊക്കെ ഭയങ്കര ലൈക്കാണ് അവർക്ക്. അതങ്ങോട്ട് ഫുള്ള് ഗേൾസിൻ്റെ സെക്ഷനാണ് കണ്ടോ. ഇതൊക്കെ എന്താ സാധനം എന്നുള്ള പോലെ കയ്യും കാലൊക്കെ ഇടുന്നതായിരിക്കും, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. ഫുള്ള് അങ്ങോട്ടൊക്കെ ഫുള്ള് ഡ്രസ്സുകളാണ്. നെറ്റ്സ് കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. കപ്പമുന്തിരിയാണ്, കപ്പമുന്തിരി. ഡ്രൈ ഫ്രൂട്ട്സുകൾ മൊത്തം ഈ ഒരു ഏരിയയിലാണ് ഡ്രൈ ഫ്രൂട്ട്സുകളുള്ള. പിസ്തയൊക്കെ തോല് പൊളിച്ചുണ്ട്, പൊളിക്കാത്തുണ്ട്. കടലേക്ക് പൊളിച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണ് മൊത്തം. ഡൈറ്റ്സ് എല്ലാ സാധനങ്ങളുണ്ട്. കൈകളെ ഇതൊക്കെ നമ്മളെ റൂമിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. യെസ്, ഇതാണ് ട്രോഫി. ഇത് ഏത് ജയിക്കാത്തവരെയും ജയിപ്പിക്കാൻ പറ്റിയ സാധനമാണ് കണ്ടോ. സാധനം ഇട്ട് കൊടുക്കുമ്പോൾ മക്കൾ ഹാപ്പി. ട്രോഫി. ബുർജ് ഖലീഫ ഇവിടെ ഉള്ള ടോപ്പ് ബിൽഡിങ്ങാണ്. പക്ഷേ അതിനൊക്കെ വലിയ ബിൽഡിങ് വേറുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ മിനിയേച്ചറാണ് ഇവിടെ ഉള്ള. ബലൂണുകൾ, പല ടൈപ്പ് ബലൂണുകളാണ് കണ്ണറയൊക്കെ മൊത്തം ബലൂണ് ഉണ്ടോ. ചെറിയ ചെറിയ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ മിനിയേച്ചേഴ്സാണ് ഈ കാണുന്ന മൊത്തം. രസമുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ പണിവാളി. ഓരോ ടൈപ്പ് സാധനങ്ങളാണ്. യെസ്, ഈച്ച സാധനം ഒന്ന് വേണം. നമുക്ക് വെള്ളമൊക്കെ കുടിക്കാം. ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുടിക്കാൻ പറ്റിയ സാധനം. വെള്ളമല്ല, അതിൽ വേറെ സാധനമാണ് കുടിക്കല്. പക്ഷെ നമുക്ക് വെള്ളം കുടിക്കാം. കാണാൻ നല്ല ഭംഗിയിട്ടോ. ഇത് കണ്ടോ, ചെറിയ സാധനം പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏതാ ക്യൂട്ട്. എന്താ ഫുള്ള് അങ്ങനത്തെ ഐറ്റംസുകളാണ്. ഇത് മറ്റേ സ്പ്രേ ഇവിടെ മൊത്തം അടിച്ചിട്ടേ ഡോണ്ട് ഓപ്പൺ എന്ന് എഴുതിച്ച്. സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ബർത്ത്ഡേക്ക് വരുമ്പോൾ ഇവിടെ സാധനം എടുത്ത് ഇങ്ങനെ കുത്തി വെക്കാവുന്ന സാധനങ്ങളാണ് കാണുന്ന മൊത്തം. ഇത് പാർട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇത് കണ്ടോ, സാധനം ടെൻറ്റെന്നെ ഇരിക്കും കണ്ടോ. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. എന്താ വില വീണ്. ഇത് പൊട്ടിയൊന്നുമില്ല. എവിടെയോ വെച്ചെങ്കിലും കുറച്ചോ നമുക്ക് ഏതായാലും ഇത് ഇവിടെ വെച്ചേക്കാം. ഇതൊക്കെ വീണ് കഴിഞ്ഞാലേ ഇവിടെ എന്ത് സാധനം യൂസ് ചെയ്യും എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല, പണിയായിട്ട് പാടും. ഇവിടെ വെക്കുക, നടന്നോളും. ഇത് കണ്ടോ,
ഇത് ഇവിടെയുള്ള അറബികളൊക്കെ യൂസ് ചെയ്യുന്നതാണ് വാള്. ഇങ്ങനത്തെ സാധനത്തിൻ്റെ ഉള്ളിലാണ് അതിൽ വാളുണ്ടാവുക. ഇത് അരയിലിങ്ങനെ വെച്ച് ചെയ്യുക. അതിൻ്റെ മിനിയേച്ചറാണ് കണ്ണ് മൊത്തം. ഓരോ ടൈപ്പ് സാധനങ്ങളാണ്. ഷോക്കേസിൽ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഇതൊക്കെ കണ്ടോ, ഇത് ഭംഗിയുണ്ട് അറിയാം. ഷോക്കേസിലൊക്കെ വെക്കുമ്പോൾ നല്ല തിളങ്ങും. ഓരോ സാധനങ്ങൾ കണ്ടാത്ത ഇതിലാണ്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഈ ഒരു ടൈപ്പിലാണ് വല്ല ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഫുള്ള് എമിറാത്തികൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് എമിറേറ്റ്സിലുള്ള ഒരുവിധം GCCയിലുള്ള ഒരുവിധം അറബികളൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് ഈ കാണുന്നത് മൊത്തം. ഇതുപോലെ ഹോബീസാണ്. ഡ്രോയിങ്സിലൂടെ ബാക്കി കളികൾ പണ്ടുള്ള ആ ഒരു ടൈപ്പ് പണ്ടത്തെ ആ ഒരു സ്ട്രക്ചറാണ് ഇതിലൊക്കെ യൂസ് ചെയ്തത്. ഇതൊക്കെ മെഷീൻ ആയിക്കും, ഹാൻഡ് മെയ്ഡ് ആയിക്കില്ല. അപ്പം പണ്ടൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുണ്ടോ. ഫുള്ള് ട്രഡീഷണൽ ലെവലിലേക്ക് കൊണ്ടുവന്ന അറബിക് സ്റ്റൈല്. ഇതൊക്കെ എന്താണെന്ന് ഒക്കെ ഷോ ആയിരിക്കും. ഷോ അല്ലാത്തൊന്നും അല്ലല്ലോ, ജസ്റ്റ് ഫോർ ഷോ. ഉണ്ടോ ഓരോ ടൈപ്പ് സാധനങ്ങൾ. ഇവിടെ അങ്ങോട്ടൊക്കെ സെക്ഷൻ മൊത്തം അങ്ങനത്താണ്. ക്ലോക്കൊക്കെ പിന്നെ നാട്ടിലുണ്ടാവും, സമയം അറിയാമല്ലേ. ചെറിയ ചെറിയ കേസുകൾ, കുട്ടികളുടെ ബാഗുകൾ ഉണ്ട്. നല്ല അടിപൊളി ബാഗുകളാണ്. ബാഗ് കാണാൻ നല്ല രസമുണ്ട്. പ്രത്യേക സ്മെല്ലും. പിന്നെ ചെറിയ കാർഡുകൾ, ഇത് നമ്മളെ ഷീട്ടൊക്കെ കളിക്കല്ലേ അങ്ങനത്തെ ബോക്സുകളാണ് സാധനം. എന്താ 6 ദിർഹംസോ ഏതെടുത്താലും 5, 6 ഏത് ടൈപ്പാണ്. ഉണ്ടല്ലാത്ത തോക്ക്. മക്കളെ പറ്റിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഉണ്ടോ റാക്ക് മൊത്തം അങ്ങനത്തെ സാധനങ്ങളാണ്. ഒരു 2-3 സെക്ഷന് സാധനങ്ങൾ മൊത്തം അങ്ങനത്തേക്കും. അതൊക്കെ ഉണ്ടോ ഉള്ള ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, മെഡലുകൾ ഉണ്ടോ. ചെറിയ ചെറിയ ഡോൾ ഐറ്റംസാണ്. ഇപ്പം ഇതാണ് സൂപ്പർമാൻ്റെ ഏരിയ. സൂപ്പർമാൻ ഈ ഒരു സെക്ഷന് മൊത്തം വണ്ടി കാറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയതാണ്. അത് സീറ്റ് ബെൽറ്റ്, കണ്ണാടി, ബ്രേക്ക്, അത് ക്ലച്ച്, ഗിയറ്, മറ്റു സാധനങ്ങളൊക്കെ, ആക്സിലേറ്റർ, ഗിയറ് ഒക്കെ ആ സാധനത്തിനൊക്കെ ഇടാൻ പറ്റിയ എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഉണ്ട്. വണ്ടി കാറ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ, അതായത് വാഷ് ചെയ്യാനും ഇന്ന് വേണ്ട ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസിനൊക്കെ പറ്റിയ എല്ലാ ഐറ്റംസും ഈ ഒരു സെക്ഷനിലുണ്ട്. ഉണ്ടോ ചവിട്ടി കാര്യങ്ങൾ, വെയിൽ കൊള്ളാണ്ട് കാണുന്ന സാധനങ്ങൾ, കാർ വാഷ്, കാർ പോളിഷ്, പിന്നെ അതാക്കുന്ന സ്റ്റിയറിംഗ് വെൽഡിൻ്റെ സാധനങ്ങൾ, പിന്നെ ആ സീറ്റിൻ്റെ ബാക്കിലിടുന്ന കുഷ്യൻ ചെറിയ ടൈപ്പ്, അതായത് നമുക്ക് കൂരവേദന ഒന്നും ഇല്ലാണ്ടിരിക്കാനുള്ള സാധനങ്ങൾ. പിന്നെ ഇതൊക്കെ നമ്മൾ വെട്ടിയൊക്കെ റോൾ ചെയ്യാനും ഇതാവാനും കയറ് അങ്ങനത്തെ സാധനം. ഇത് സാധനമൊക്കെ പണ്ട് കയറൊക്കെ കെട്ടിയിട്ടേ കൊണ്ടുവരും പണ്ട് ഗൾഫരകം. അതൊക്കെ മൊത്തം അങ്ങനെയാണ്. എന്താ ടോയ്സുകൾ, പല ടൈപ്പ് ഓഫ് ടോയ്സുകളാണ് അവിടെ ഉള്ളത്. എൻ്റെ ഏരിയയും കാണാൻ നല്ല രസമുണ്ട്. ഇതുണ്ടോ, ഇതെന്താ സാധനം, എന്തിനാണ് യൂസ് ചെയ്യുന്നത് അറിയില്ല. എന്തായാലും ഇങ്ങനെ കളിക്കുന്നത്, അത് കട്ട് ചെയ്യാൻ എന്തോ ആണെന്ന് തോന്നുന്നു. ഏതോ അല്ലാഹു അല. കാറുകളൊക്കെ ഉണ്ടോ, കാറുകളൊക്കെ നല്ല റേസിങ് കാറുകളാണ്. ജീപ്പുകൾ, ഏതാ ടൈപ്പ് സാധനങ്ങൾ. എന്താ ബേറ്റോ, എന്തൊക്കെ സാധനങ്ങൾ, കണ്ണ് കണ്ട സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഗൈസ് ഇവിടുന്ന് നമ്മൾ മെല്ലത്ത് ഇരിക്കുകയാണ്. കാരണം ഒരുപാട് ഐറ്റംസുകൾ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതാക്കുന്ന ഫുഡ് ഐറ്റംസുകൾ, സോസ് കാര്യങ്ങൾ, മയോണൈസുകൾ നമുക്കാണ് ഈ ഒരു ഏരിയയിൽ. നമുക്കങ്ങനെ യൂസ്ഫുൾ അല്ലത്. അതൊക്കെ മയോണൈസുകൾ നമ്മുടെ ഒന്ന് കൂട്ടലുണ്ട്. ടൂണ ഫിഷ്, ടൂണിൻ്റെ ഐറ്റംസുകളാണ് ഇത് മൊത്തം. ഇത് നമ്മൾ ഫിഷൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ടൂണ ഫിഷാണിത്. ഉണ്ടോ ന്യൂഡിൽസുകൾ, ചിപ്സുകൾ, അങ്ങനത്തെ ഐറ്റംസുകൾ ഈ ഒരു ഭാഗത്ത്. ഇതൊക്കെ ഇങ്ങനെ നാട്ടിൽ പോകുന്നവർ ഇങ്ങനെ പെറുക്കിയെടുത്ത് ഇങ്ങനെ ട്രോളി എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയാൽ. ഉണ്ടോ ഒലീവ് എണ്ണകളാണ്. ഒലീവ് എണ്ണകൾ ഇവിടെ യൂസ് ചെയ്യുന്ന എണ്ണാണിത്. യൂസ് ചെയ്യുന്ന ചിപ്സുകളാണ്. ചിപ്സുകൾ ഒരുപാടുണ്ട്. മുട്ടായി ഐറ്റംസ്, പഞ്ഞി മുട്ടായി, എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഉണ്ടല്ലേ മുട്ടായിൻ്റെ ഏരിയ ആണ് ഫുള്ള്. എല്ലാ ടൈപ്പ് മുട്ടായികളും സീഡ്സുകളൊക്കെ ഇവിടെ അവൈലബിളാണ്. ഇതാഴ്ചയിലൊക്കെ 2-3 പെട്ടികൾ വാങ്ങി കണ്ടിട്ട് കൊണ്ടുപോയി
നാട്ടിലെത്തിയത് എന്ത് ചെയ്യും, പെട്ടിക്കാട്ടിട്ട് പൊട്ടിച്ചങ്ങനെ നല്ല രസമാണ് കഴിക്കാൻ. പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാകുക. ഫുള്ള് മുട്ടായിൻ്റെ ഏരിയയാണ്. അങ്ങോട്ടൊക്കെ ഫുള്ള് കണ്ടോ, മിഠായികൾ, ചിപ്സുകൾ, ചോക്ലേറ്റുകൾ, ഡേറ്റ്സ്, ചായപ്പൊടി, എല്ലാ സാധനങ്ങളും അങ്ങോട്ടൊക്കെ ഫുള്ള്. ഈ 7up, പെപ്സി, മേരിൻഡ, ഇത് എനർജി ഡ്രിങ്കാണ്. നല്ല സാധനം. അത് ഷുഗർ നമുക്ക് കടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സാധനമാണ്. നല്ല സാധനം, വൈറ്റമിനാണ്. ഇത് വേറെ വൈറ്റമിനാണ്, പവർ സാധനങ്ങളാണ്. കുടിച്ച് കഴിഞ്ഞാൽ വൺ സെറ്റപ്പ് ആയിക്കും. യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കണ്ടോ. കോളകൾ, വൈറ്റമിൻസുകൾ, നല്ല സാധനങ്ങളാണ്. ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ കണ്ടോ, ഇത് കാശിക്കുഞ്ചികളാണ് കേട്ടോ. മൊത്തം ഒരു സൈഡ് മൊത്തം കാശിക്കുഞ്ചികളാണ്. ഇതെന്താ, ഇത് നമ്മളെ ചെറിയ സാധനങ്ങളില്ലേ, ട്രഡീഷണൽ ലെവലിൽ. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിക്കും കേട്ടോ. 11 ദിർഹംസ് വരുന്നുണ്ട്. അപ്പം 3 11 ദിർഹംസ് ലാഭം തന്നെയാണ്. കാരണം നല്ല സാധനങ്ങളാണ് കണ്ടോ. 3 വലുപ്പമാണ്. പിന്നെ ചെറിയ സാധനങ്ങൾ, കോഴിമുട്ട കാര്യങ്ങൾ, തക്കാളിയൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ എന്താ പറയുക, തട്ടെന്നോ അങ്ങനെന്തോന്നാ പറയാം. ബാഗുകൾ, ഹാൻഡ് മെയ്ഡ് ബാഗുകളാണ്. ഈത്തപ്പനൻ്റെ ഓല കൊണ്ട് ഉണ്ടാക്കിയ ബാഗുകൾ അങ്ങനെ കാണാം. ഇത് കണ്ട ഫുള്ള് ഈത്തപ്പനൻ്റെ ഓല കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കും. കാശിക്കുഞ്ചികൾ, വീട് പോലത്തെ കാശിക്കുഞ്ചി ഉണ്ടോ. എങ്ങനെയാണ് എന്ന് വില ഉണ്ടോ. വലിയ കാശിക്കുഞ്ചി 5 റുപ്യുള്ളൂ ഉണ്ടോ. ആപ്പിള്, ഓറഞ്ച് അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ചെറിയ ചെറിയ സാധനങ്ങൾ ഫുൾ ഹാൻഡ് മെയ്ഡാണ്. ഇതൊന്നും ഇത് നാട്ടിൽ കൊണ്ടുപോകുകയാണെങ്കിൽ മുതലാവും. കാരണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. ഫുള്ള് ഈത്തപ്പനൻ്റെ ഓല കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. വലിയ വിലയില്ലാത്തത് അതുകൊണ്ടാണ്. നല്ല ഈട് നിൽക്കും. കുട്ടികളെ പറ്റിക്കുന്ന സാധനം ഫുള്ള് കണ്ടോ. അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടോ. അപ്പോൾ നമുക്കിന്ന് ഫുള്ള് കവർ ചെയ്യാനാവില്ല. ഫുള്ളൊരു ലുലു മാളിൽ കയറിയ ഫീലാണ്. അപ്പം നമ്മൾ നല്ല തിരിച്ചു പോവുകയാണ് ഗൈസ്. അലിയറൊക്കെ അവിടെ കാത്തുക്കുണ്ട്. പോലെ ഫുഡ് കഴിക്കാൻ കാത്തുക്കുണ്ട്. അപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. പോയി ഇങ്ങനെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ തിരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ കണ്ടില്ലേ. അതിലെങ്ങനെ നമ്മൾ ആ ഒരു സൈഡിൽ കൂടി നമ്മൾ പോകുന്നത്. ഈ ഒരു സൈഡിലേക്ക് നമ്മൾ എത്തി. അങ്ങനെ അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. അങ്ങോട്ടാണ് പോകേണ്ടത്. ചിപ്സുകളൊക്കെ ഉണ്ടോ. ചിപ്സുകൾ നമ്മളിന്നാൾ ഇതിലെങ്ങനെ നമ്മൾ പുറത്തേക്ക് പോലെ 2 എൻട്രൻസ് ആണ് ഇതിന് വരുന്നത്. ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് എവിടെയൊക്കെ എത്തിയെന്ന് അറിയില്ല. ഏതായാലും ഇതാണ് 1 to 10 മിഡിൽ ഈസ്റ്റ് എന്ന് പറയാം. മൊത്തം ക്ഷീണിച്ച് കാലൊക്കെ കൊഴുകി. പോലെ ഫുഡ് കഴിക്കാൻ വേണ്ടി കാത്തുക്കുണ്ട് ഗൈസ്. അപ്പം അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് കുറേ സമയം ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ നമ്മൾ അവിടേക്ക് പോകണം. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമല്ലോ. നമ്മളവിടെ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് റൂമിൽ കയറിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പം ചേഞ്ച് ചെയ്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ അവിടത്തേക്ക് പോകാൻ. ഫുള്ള് ചൂടാണ് അവിടെ, നല്ല ചൂടാണ്. നമ്മളൊന്ന് ഷവർമ വാങ്ങുന്നതാണ്. നിങ്ങൾ സ്നാക്സ് കഴിച്ചിട്ട് അങ്ങ് പോവാം. നല്ല തിരക്കാട്ടോ. താങ്കൾ ക്യൂവിലാണ്. അറിയാവൂലേ. ചെറിയൊരു സ്നാക്സ് കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ പണി പാടും. ഫാൽക്കൻ്റെ അടിയിലാണുള്ളത് ഗൈസ്. എന്നാണ് പറഞ്ഞ സ്ഥലം ഇതാണ്. ഏതായാലും പോയി താത്താൻ്റെ ചായക്കട. ചായക്കട, താത്താൻ്റെ ചായക്കട ഏതെങ്കിലും ഒരു ഫ്ലോറിലുണ്ടാകാൻ മതിയാവും. നിങ്ങളിവിടെ ഉണ്ടായില്ലേ? സുഖല്ലേ? ഫുഡ് ഓർഡർ ചെയ്തോ? സെറ്റല്ലേ? ഇത് ചെയ്തോ? എന്താ സ്ഥിതി? നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി ഓർഡർ ചെയ്തിട്ട് എന്താ ചെയ്തോ നമ്മളല്ല. സെറ്റല്ലേ മാലിക്ക? ഇനി എടാ കളി എങ്ങനെ കഴിഞ്ഞ് വരികയാണോ? ജേഴ്സി ഒക്കെ കിട്ടുന്ന എവിടെയും ഡിസൽ കൈഫൽ ഹാൽ
അതെ, മത്സരിക്കുന്നുണ്ട് ആളെ. അതെ, നമ്മളെ പുതിയ റൂംമേറ്റ് ആണ്. ഇപ്പോഴാണ് ഒരേ ഫ്രെയിമിൽ വാപ്പാനെയും മോനെയും കിട്ടി ഉണ്ടല്ലേ. ഡിസലിന്റെ വാപ്പാണ് ഇത്. അത് ഒരു ഫ്രെയിമിലാക്കട്ടെ, ഫ്രെയിം ആക്കിയില്ലെങ്കിൽ പണി വേണം. ഇത് മോന്, ഇത് വാപ്പ. സുഖല്ലേ? ഇപ്പഴെന്തോ SSLCക്കുള്ള പഠിക്കുന്നത്. നല്ലോണം ബുക്ക് വായിക്കണ്ടേ. നിങ്ങൾ പഠിക്കുക. നിങ്ങളൊന്ന് ഹായ് തരുമോ? അതിനിപ്പോ അതോ മെമ്പറങ്ങാൻ സമ്മതമാണോ? ഹലോ ഹായ് എന്നറിയൂ. വെള്ളം കുടിക്കണേ. അതല്ല, എന്നെ വെള്ളം കുടിപ്പിക്കാണ്. അതുണ്ടല്ലേ. സോപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങണ്ട. സൂപ്പ് എങ്ങനെ സെറ്റാണോ? പൈസ കൂടിയെന്താ സാധനം നല്ല കിട്ടിയില്ലേ? ഇതെന്താ സാധനം? ഓപ്പൺ ആക്കി കാണണ്ടേ? വായൻ്റെല്ലേ എന്തൊക്കെ ആചാരങ്ങൾ. ഉള്ളി, ഇത് ഉള്ള ഉള്ളിയാണോ? ഇതെന്താ ബീഫാ? എന്താ സംഭവം? എന്താ വെള്ളം കുടിയാ? ഇപ്പൊ ഫുള്ള് വെള്ളടി ആക്കി പെണ്ണുങ്ങള്. എനിക്ക് പ്ലേറ്റ് ഉണ്ടായില്ല. ഇസലേ എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇങ്ങോട്ട് നോക്കി പറയും. അങ്ങനല്ലടാ, അടിപൊളിയാണ്. ഇത് കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയും. അടിപൊളി. അങ്ങനെ എടുത്തിങ്ങനെ കഴിച്ചിങ്ങനെ പറയും. എടാ അങ്ങനല്ലടാ, ഒന്നെടുത്ത് വായിക്കട്ടെ. ഈ പീസ് എടുത്ത് വായിക്കട്ടെ. ഈ പീസ് എടുക്കാം, വായിക്കട്ടെ. അടിപൊളിയാണ്. മലിക എങ്ങണ്ട്? സുൽത്താൻ എങ്ങണ്ട്? ഞാൻ തുടങ്ങിയിട്ടാ. പച്ചവെള്ളം ഒരു പൊറാട്ട തരുമോ? ഇതാണ് പൊറാട്ട. ഇതല്ലേ മാലിക്കിന് കലാവാസന ഉണ്ട്. ഇങ്ങനെ കഴിക്കണ്ടേ? എങ്ങനെയുണ്ട് മാലിക്ക്? ഈ കവി കൊണ്ട് കുറച്ച് ബീഫ് ഇങ്ങനെ കോരി പൊറോട്ട എങ്ങനെയുണ്ട് സുൽത്താനായിട്ട്? പൊറോട്ട കാണിച്ചോണോ? കാണിച്ചോണോ? കുറച്ചുള്ളി മൊത്തം കേട്ടല്ലോ. എങ്ങനെയാ സുൽത്താന? കാണിച്ചോണ്ടാ. കൈ പിടി, പ്ലേറ്റ് കൈ പിടി. പ്ലേറ്റ് കൈ പിടിക്കും. ഒനിയൻ ചെറിയ നാരങ്ങന്റെ പീസ് ഇതൊന്ന് കഴിക്കോ? ഇവിടെ ഓഡിയൻസ് ഇങ്ങനെ കാത്തിക്കുക. ഇതെന്ത് കഴിക്കല? ഇങ്ങനെയാണോ കഴിക്കല്? മാലിക കഴിച്ച് കണ്ടല്ലേ? മാലിക എങ്ങനെയുണ്ട്? വെള്ളം കണ്ട് മാലിക സെറ്റല്ലേ? ഞാനൊന്ന് കഴിക്കട്ടെ ഗൈസ്. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കട്ടെ, ബാക്കി എന്നിട്ട് കാണാം. ഓക്കെ ബൈ. ഒന്നിക്കോ കഴിക്കണ്ടേ? അപ്പോൾ ഗൈസ്
ഇന്നത്തെ വീഡിയോ ഇതാക്കുന്ന കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവരൊക്കെ ക്ഷീണിച്ച് അല്ലേ, ഫുഡൊക്കെ കഴിച്ചിങ്ങനെ വളരെ ക്ഷീണിച്ചിങ്ങനെ ഇപ്പോൾ പോവാണ്. വീഡിയോടോ ഗൈസ്, ഇവിടെ അടിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതോട് പറയാൻ ശരി.